എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. പുഴുങ്ങലരി കൊണ്ടുണ്ടാക്കിയ ഒരു അടിപൊളി അരിയുണ്ടയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. പുഴുങ്ങലരി കൊണ്ട് മാത്രമല്ല, ഇത് മട്ട റൈസ് കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആണ് ഇതിന്. മട്ട റൈസ് വെച്ചിട്ടുള്ള അരിയുണ്ടയുടെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് കയറി കാണണേ. പാനിലേക്ക് 1 കപ്പ് പുഴുങ്ങലരിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അരി നന്നായി കഴുകി ഉണക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അരിയെല്ലാം നല്ല ചുവക്കെ വറുത്തെടുക്കണം. അതിനായി നമ്മൾ തുടർച്ചയായിട്ട് ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കുകയും വേണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അരി വറുത്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ അരി പെട്ടെന്ന് കരിഞ്ഞു പിടിക്കുകയും ചെയ്യും, ടേസ്റ്റിന് വ്യത്യാസവും വരും. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമ്മുടെ അരിയെല്ലാം നന്നായിട്ട് മൊരിഞ്ഞു കിട്ടും. ഇതേപോലെ അരിയുടെ നിറമെല്ലാം മാറി നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ് കിട്ടുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിന് ചൂടാറാനായിട്ട് വെക്കുക. വറുത്ത് വെച്ചിരിക്കുന്ന അരിയുടെ ചൂടെല്ലാം ആറിക്കഴിയുമ്പോൾ അതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇതേപോലെയാണ് കേട്ടോ ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത്. കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടിയിലേക്ക് 1/4 കപ്പ് നാളികേരം ചിരണ്ടിയത് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ പൊടിച്ചെടുക്കണം. ഇതേപോലെ നാളികേരവും പൊടിയും കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് ശർക്കര ചെറുതായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സിയിൽ പൊടിച്ചെടുക്കണം. ഇതേപോലെ ശർക്കരയും നാളികേരവും പൊടിയും എല്ലാം കൂടെ നല്ല മിക്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടിയെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ശർക്കരയും നാളികേരവും എല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുത്താൽ മാത്രമേ നമുക്ക് കൈ വെച്ചത് ഉരുട്ടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പൊടിയെല്ലാം ഇതേപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഒരു പിടി കയ്യിലേക്ക് എടുത്ത് ഇതേപോലെ ഉരുട്ടിയെടുക്കുക. ഇതേപോലെ നല്ല ടൈറ്റായിട്ട് നമുക്ക് അരിയുണ്ട് ഉരുട്ടിയെടുക്കാനായിട്ട് സാധിക്കും. അരിയുണ്ട് ഉരുട്ടിയെടുക്കുമ്പോൾ പൊട്ടിപ്പോവുകയില്ല കേട്ടോ. നല്ല കറക്റ്റ് മെഷർമെന്റിലാണ് നമ്മൾ നാളികേരവും ശർക്കരയും അരിയും എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള പൊടി കൂടെ ഇതേപോലെ ഓരോ പിടി വെച്ചെടുത്ത് നന്നായിട്ട് ഉണ്ട ഉരുട്ടി നമുക്ക് എടുക്കാവുന്നതാണ്. സൂപ്പർ ടേസ്റ്റിലുള്ള അരിയുണ്ടയാണ് കേട്ടോ ഇത്. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളൂടെ എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. നമ്മുടെ റെസിപ്പീസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും.